നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ആരാധനയിലേക്ക് വളരെ സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷ ക്രമത്തിൽ കാലത്തെയും വൈകുന്നേരത്തേക്കുള്ള ആരാധനാക്രമത്തിൽ ഒന്നാമത്തെ ശുശ്രൂഷാക്രമം ഉപയോഗിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അവിടുത്തെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, അവിടത്തേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് സ്തുതി ഉണ്ടാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടത്തേക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അവിടുത്തെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ ചിന്തകളെ, നിരൂപണങ്ങളെ, നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ധ്യാനത്തെ മുഴുവനായി ഒരു തുറന്ന പുസ്തകം പോലെ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്നും ഒളിച്ചു വയ്ക്കുവാൻ കഴിയുന്നതല്ല. എല്ലായിടത്തും തിരുസാന്നിധ്യം ഉണ്ട്. കരുണാമയനായ ദൈവത്തിന്റെ അടുക്കൽ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും അവിടത്തേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. പെന്തക്കോസിന് പിൻപ് 5-ാം ഞായർ. ശിഷ്യത്വത്തിന്റെ വില. നമുക്ക് അപേക്ഷിക്കാം. ശ്രേഷ്ഠ ഗുരുവായ ദൈവമേ, യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വില യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ വചനത്തോട് അനുസരണമുള്ളവരായി ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളൊരു ദാസഹൃദയത്തെ രൂപപ്പെടുത്തുകയും ദിനംതോറും അവിടുത്തെ ക്രൂശെടുത്തുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങളെല്ലാ നിഗളത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് അങ്ങയോടൊപ്പം കഷ്ടതയുടെ പാനപാത്രം കുടിപ്പാൻ തക്ക വിനയമുള്ളവരായിരിക്കാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും കഷ്ടതകളെയും പരീക്ഷകളെയും ജയിക്കാനും കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാനുള്ള വേദഭാഗം ഡാനിയലിന്റെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള ദൈവവചനങ്ങൾ കേൾപ്പിക്കും. The book of Daniel, chapter 6, verses 11 to 23. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു. ഡാനിയൽ തന്റെ ദൈവത്തിൽ സന്നിധി പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവെ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്നത് ഏത് മനുഷ്യന്റെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ്, മേദ്യരുടെയും പാർശ്വയുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ഒരു കാര്യം ഉറപ്പ് തന്നെ എന്നുത്തരം കൽപ്പിച്ചു. അതിനവർ രാജസന്നിധിയിൽ, രാജാവെ, യഹൂദ പ്രവാസികൾ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെ ആകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാകാത്ത ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ
അത്യന്തം വ്യസനിച്ചു. ഡാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ. എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസിയുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവനൊരു കല്ലുകൊണ്ട് വന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ച് ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് ഒരു മഹത്വക്കുള്ള മോതിരം കൊണ്ട് ഒരു മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്നിട്ട് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട സിംഹഗുഹയിൽ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനോടുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ഡാനിയേൽ രാജാവിനോട്, രാജാവേ, ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കാൻ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ഡാനിയേലെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ഡാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഇവിടെ വേദഭാഗം അവസാനിക്കുന്നു. Let us read Psalm 34 responsibly. Psalm 34. I will extol the Lord at all times. His praise will always be on my lips. I will glory in the Lord. Let the afflicted hear and rejoice. Glorify the Lord with me. Let us exalt his name together. I sought the Lord, and he answered me. He delivered me from all my fears. Those who look to him are radiant. Their faces are never covered with shame. This poor man called, and the Lord heard him. He saved him out of all his troubles. The angel of the Lord encamps around those who fear him, and he delivers them. Taste and see that the Lord is good. Blessed is the one who takes refuge in him. Fear the Lord, you his holy people, for those who fear him lack nothing. The lions may grow weak and hungry, but those who seek the Lord lack no good thing. Come, my children, listen to me. I will teach you the fear of the Lord. Whoever of you loves life and desires to see many good days, Keep your tongue from evil and your lips from telling lies. turn from evil and do good, seek peace and pursue it. The eyes of the Lord are on the righteous, and his ears are attentive to their cry. But the face of the Lord is against those who do evil, to blot out their name from the earth. The righteous cry out, and the Lord hears them. He delivers them from all their troubles. The Lord is close to the brokenhearted and saves those who are crushed in spirit. The righteous person may have many troubles, but the Lord delivers him from them all. He protects all his bonds, not one of them will be broken. Evil will slay the wicked, the foes of the righteous will be condemned. Let us read together. The Lord will rescue his servants, no one who takes refuge in him will be condemned. Glory be to the Father, to the Son, and to the Holy Spirit. As it was in the beginning, now and ever shall be, world without end. Amen. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനം കേട്ടുകൊള്ളുവിൻ. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 1-10. നിങ്ങൾക്കു ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതോ വ്യർത്ഥമായി തീരരുതോ എന്നു ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു.
പ്രസാദകാലത്തു ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നു അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിനു ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്കു ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇവിടെ 2-ാം വേദഭാഗം അവസാനിച്ചു. ദിവസത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to St. Mark, chapter 10, verses from 35 to 45. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു വരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മതത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോട് യോഹന്നാനും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇവിടെ സുവിശേഷം വായിച്ച് അവസാനിച്ചു. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ. ബർത്ത്ഡേസ്: മെർലിൻ ആർ പോൾ, ജൂനി ഡെന്നി സോളമൻ, സേറ ബോബി മാത്യു, ഡോക്ടർ റെനി സോളമൻ, നവീൻ ജേക്കബ്, അലോക് ബാഗ്വിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ, ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമത്, ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതിൽ.
തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ ശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങ് നൽകിയ സൗഖ്യത്തിനും കൃപയ്ക്കും ജീവിതമാർഗങ്ങൾക്കും നാനാവിധമായ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായ ദൈവത്തിന് സ്തോത്രം പറയുന്നു. വിശേഷാൽ പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അവിടുത്തെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. അവരുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. നന്ദിയോടുകൂടി പ്രത്യാശയോടുകൂടി അവിടുത്തെ മക്കൾ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങ് ലോകത്തിന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആശ്വാസത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ അനുഗ്രഹമാക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളത് അറിയുന്നു കർത്താവ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിൽ വേദനിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന കർത്താവെ, ഞങ്ങള് അങ്ങനെയുള്ള വ്യക്തികളെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. നിരാശയിലിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഏകാന്തതയിലിരിക്കുന്നവരെ അങ്ങ് ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട അനാഥരായവരെ അവർക്ക് അങ്ങ് നാഥനായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയെ, ജനങ്ങളെ, ഞങ്ങളുടെ പ്രോജക്റ്റിനെ എല്ലാം ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു കർത്താവേ. അങ്ങ് സകലത്തിലും ആധിപത്യം വഹിക്കണമേ. സകലത്തിലും നേതൃത്വം നൽകണമേ. സകലത്തിലും പ്രേരണ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ ഗുരുവും ഞങ്ങളുടെ മാതാവും ഞങ്ങളുടെ പിതാവും ഞങ്ങളെ വിളിച്ചവനും ഞങ്ങളെ പഠിപ്പിക്കുന്നവനും എല്ലാമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ കരുതലിനായി, അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ വിളിക്കായി, അവിടുത്തെ ശിഷ്യന്മാരായി ഞങ്ങളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നതിനായി നന്ദിയോടുകൂടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അർഹതയില്ലാത്ത ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ചിന്തകളിൽ, ധ്യാനത്തിൽ,
പഠനത്തിൽ, ആലോചനയിൽ തിരുസാന്നിധ്യം വരണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ശിഷ്യത്വത്തിന്റെ വില, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ മൂല്യത. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിന്ത സാധാരണയായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൈപ്പിൾ ആൻഡ് അപ്പോസ്റ്റൽ? A disciple is a student or learner from a master, whereas an apostle is sent to deliver or spread the message from the master or sender. അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഒരു ആധികാരികതയുള്ള മാസ്റ്ററുടെ അഭിപ്രായങ്ങൾ അതുപോലെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനുള്ള ബാധ്യതയോടുകൂടി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഡിസൈപ്പിൾ എന്ന് പറയുന്നത്, ശിഷ്യൻ എന്ന് പറയുന്നത് പഠിക്കുവാനായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒരേ ഗണത്തിൽ പെടുന്നതാണ്. ശിഷ്യന്മാരിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് അപ്പോസ്തലർ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്റ്റൽ ഈസ് എ ഡിസൈപ്പിൾ, ബട്ട് ഓൾ ദ ഡിസൈപ്പിൾസ് ആർ നോട്ട് അപ്പോസ്റ്റൽസ്. അപ്പോസ്തലൻ എന്ന പദം, അപ്പോസ്റ്റൽ എന്ന ആംഗലേയ പദത്തിന്റെ യവന പദം എന്ന് പറയുന്നത് അപ്പോസ്തലോസ് എന്നാണ്. നേരിട്ടുള്ള പദത്തിന്റെ അർത്ഥം someone who has been sent. ഇത് സാധാരണ ഗ്രീക്ക് സംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോസ്റ്റലോസ് എന്ന പദം പുതിയ നിയമത്തിൽ 8 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന്റെ എബ്രായ പദം എന്ന് പറയുന്നത് സൈലയ, someone who is given full authority എന്നുള്ളതാണ്. ഇത് വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് റബിമാരെ ഉദ്ദേശിച്ചാണ്, ശാസ്ത്രിമാരെ ഉദ്ദേശിച്ചാണ്. ഇതിൽ നാം മനസ്സിലാക്കുന്നത് ഈ ശാസ്ത്രിമാരുടെ വാക്കുകൾക്ക് ഒരു പരിസമാപ്തിയുണ്ട്, അതിന് ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. ആധികാരികതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സേലിയ എന്ന പദം. അതിൽ നിന്നാണ് അതേ അർത്ഥത്തിൽ അപ്പോസ്റ്റലോസ് അല്ലെങ്കിൽ അപ്പോസ്റ്റൽ എന്ന പദം ചിന്തിക്കപ്പെടുന്നത്. യേശുവിനെ പിൻഗമിക്കുന്നവരും അല്ലെങ്കിൽ യേശുവിനെ അനുസരിക്കുന്നവരും യേശുവിന്റെ ഇഷ്ടം ചെയ്യുന്നവരും ഒക്കെയാണ് ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. ധാരാളം വേദഭാഗങ്ങൾ നമുക്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അപ്പോസ്തലൻ എന്ന ആദ്യ പദം പറഞ്ഞിരിക്കുന്നത് മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ 12 പേരിൽ മാത്രം അപ്പോസ്തലന്മാർ ഒതുങ്ങുന്നില്ല എന്നാണ് മറ്റ് പലരും പറയുന്നത്. വേറെ 70 പേരെയും ഈ ദൗത്യത്തിനായി യേശു തെരഞ്ഞെടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതറിയാം. അതിനാൽ അപ്പോസ്തലന്മാർ വേറെയും ഉണ്ടായിരുന്നു എന്നും, എന്നാൽ ഈ 12 പേർ യേശുക്രിസ്തുവിന്റെ ഇന്നർ സർക്കിളിൽ ഉള്ളവരായിരുന്നു എന്നും, അതിൽ തന്നെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറയുന്ന കോർ ഗ്രൂപ്പ് പല അവസരങ്ങളിലും യേശുക്രിസ്തുവിനോടുകൂടി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു.
എന്തായാലും ഈ അപ്പോസ്തലന്മാർ യേശുവിന്റെ കൂടെ പാർത്തവർ, ദൈവരാജ്യത്തിന്റെ മർമ്മം നേരിട്ടറിഞ്ഞവർ, മറ്റുള്ളവർക്ക് ഉപമകളായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നു. മത്തായി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 10-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ അനുകരിച്ചവർ, അപ്പനെയും അമ്മയെയും കുടുംബത്തെയും തൊഴിലിനെയും പരിത്യജിച്ചവർ, അന്ത്യാത്താഴം അവരോട് മാത്രം പങ്കുവച്ച് അങ്ങനെ ആ കൂട്ടായ്മയിൽ പങ്കെടുത്തവർ, യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉയർപ്പിനും ദൃക്സാക്ഷികളായവർ, യേശുക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും എങ്ങനെയായിരിക്കുന്നു എന്ന് അവരോട് മാത്രം യേശുക്രിസ്തു വെളിപ്പെടുത്തി അവരുമായി പങ്കുവച്ചവർ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പിതാവെന്ന് അറിഞ്ഞതൊക്കെയും ഈ അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ എല്ലാം അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയവർ മരണത്തിനായി സ്വയം അർപ്പിക്കപ്പെട്ടവർ, അതിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ. ഇന്നത്തെ വേദഭാഗം കൂടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായി സാധിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, രോഗസൗഖ്യം നൽകുക, പിശാചിനെ പുറത്താക്കുക, ഈ ദൗത്യം അവർക്ക് ഏൽപ്പിച്ചു എന്ന് നാം അവരെ വിളിക്കുമ്പോൾ ആ വിളിയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അപ്പോസ്തലൻ എന്ന ഒരു പദം പോലും അവിടെ പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദാസൻ തന്റെ യജമാനനേക്കാൾ വലുതല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലുതല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യം. അപ്പൊ അവിടെ ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് അപ്പോസ്തലൻ എന്ന പേര് അവിടെ പറയുന്നില്ല. ശിഷ്യന്മാർ എന്ന ചിന്താഗതിയിൽ അവിടെ പല സംഗതികളും പങ്കുവയ്ക്കുന്നു. പിൽക്കാലത്ത് അപ്പോസ്തലൻ എന്ന അവകാശവാദം പൗലൂസിന് ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഈ 12 അപ്പോസ്തലന്മാർ അല്ലാതെ മറ്റു പലരെയും അപ്പോസ്തലന്മാരായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബർന്നബാസ്, അപ്പല്ലോസ്, അന്ത്രിയോസ്, അന്ത്രോനിക്കോസ്, യുനിയാവ്, എപ്പഫ്രോദിത്തോസ് തുടങ്ങിയവരെ പരാമർശിക്കുന്ന ഭാഗത്തൊക്കെയും അവരും അപ്പോസ്തലന്മാരായി തന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ 12 അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് യൂദയുടെ അഭാവത്തിൽ മത്യാസിനെ തിരഞ്ഞെടുത്തപ്പോ ചില നിബന്ധനകൾ അവർ വെച്ചിരുന്നു. അതിന്റെ മാനദണ്ഡം, അവൻ യേശുവിന്റെ അനുയായിയും പുനരുത്ഥാനത്തിന് സാക്ഷ്യവുമായ 2 വ്യക്തികളെ അവര് കണ്ടുപിടിച്ചിട്ട് അതിനെ ചീട്ടിട്ട് മത്യോസിനെ തിരഞ്ഞെടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 33-ാം വാക്യത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 3:1 നാം സ്വീകരിച്ചേറ്റ് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ് യേശു. അതുകൊണ്ട് പിതാവ് യേശുവിനെ അയച്ചതുപോലെ ശിഷ്യന്മാരെയും അയക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 18, 20-ാം അധ്യായം 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ പിതാവ് അയച്ചതുപോലെ തന്നെ ശിഷ്യന്മാരെയും അയക്കുന്നു. അപ്പൊ യേശു അപ്പോസ്തലനായി, പിതാവ് അയച്ച അപ്പോസ്തലനായി, on who is sent from Father. And the same way Jesus Christ is also selected and sent the disciples for the same ministry. തത്വത്തിലും സാരാംശത്തിലും അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഏറെക്കുറെ സമാനതകൾ ഉള്ളതുകൊണ്ട് പ്രാരംഭത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് ഒരു വിലയിരുത്തൽ ഞാൻ നടത്തി എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരുടെ ആയതിനാൽ അതിൽ പൊതുവായ കാര്യങ്ങൾ വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി നമുക്ക് ആരാണ് ശിഷ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അറിവുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ ശിക്ഷണത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 22:16, യോഹന്നാൻ 9:28. മാത്രമല്ല യവന ചിന്തയിൽ പണ്ഡിതന്മാർക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. യഹൂദ റബിമാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇന്ത്യൻ ഗുരുക്കന്മാരുടെ കീഴിൽ ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഏലിയാവിനും എലിശയ്ക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ഈ ശിഷ്യത്വം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും എല്ലാ തത്വത്തിലും ഏറെക്കുറെ സമാനമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു.
പക്ഷെ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിന് മറ്റ് പല പ്രത്യേകതകളും മാനങ്ങളും തലങ്ങളും ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ചിന്താധാരയിൽ ഗുരുവിനെ കുറിച്ച് പറയുന്നത് മാതാ പിതാ ഗുരു പ്രത്യക്ഷ ദൈവതം. ശിഷ്യന്മാർ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും കാണപ്പെട്ട ദൈവമായി വീക്ഷിക്കണം എന്നുള്ളതാണ്. ഗുരുവിന്റെ തീരുമാനം ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്ന് ആ ചിന്ത മാറി. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആയി. ഗുരുക്കന്മാരെ ഏതർത്ഥത്തിലും ചോദ്യം ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് ഇന്ന് അവകാശവും ലഭ്യമായി. ശിഷ്യന്മാർക്ക് മേൽക്കോയ്മ ഉണ്ടായി. ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു ഗുരു ശിഷ്യ ബന്ധം ഇന്ന് നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ധാരാളമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യം പകലുപോലെ വ്യക്തമാണല്ലോ. യേശുവിനും സ്നാപയോഹന്നാനും ശിഷ്യന്മാരുണ്ടായിരുന്നു. പുതിയ നിയമത്തിന്റെ ആധ്യാത്മികത അനുസരിച്ചിട്ട് യേശുവിൽ വിശ്വസിച്ച് അവന്റെ പാത പിന്തുടരുന്നവരാണ് ശിഷ്യന്മാർ. ശിഷ്യന്മാരെ അയക്കുമ്പോ അപ്പോസ്തലന്മാരെ അയക്കുമ്പോ പറഞ്ഞതാണ് സകല ജാതികളെയും എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഇതിന്റെ അർത്ഥം സഭ മുഴുവനും, സ്നാനപ്പെട്ടവർ മുഴുവനും ശിഷ്യന്മാരാണ്. ഈ ശിഷ്യന്മാരിൽ നിന്നാണ് അപ്പോസ്തലന്മാരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. സഭ മുഴുവൻ അപ്പോസ്തലന്മാരായിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ മുഴുവൻ ശിഷ്യന്മാരായിരിക്കുന്നു. നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്, പഠിക്കുന്നവരാണ്, ലേണേഴ്സാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ശിശുവിൽ നിന്ന് പഠിക്കുവാനായി യേശുക്രിസ്തു വിളിച്ച ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ നമുക്കുള്ള സാക്ഷ്യം, അനുഭവം ഇവ വെളിപ്പെടുത്തുന്നവരാണ് ശിഷ്യന്മാരെന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഗുരുവിന്റെ ഗുണങ്ങളെ, ഗുരുവിന്റെ വാക്കുകളെ, ഗുരുവിന്റെ മെസ്സേജിനെ വെളിപ്പെടുത്തുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും കൂടെ ഈ ശിഷ്യത്വത്തിൽ ലഭ്യമാകുന്നു എന്ന് സാരം. ഇന്നത്തെ പാഠഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ചില ആധ്യാത്മിക വിഷയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദാനിയേൽ എന്ന ഇസ്രായേലിലെ യൗവനക്കാരൻ എന്താണ് ശിഷ്യത്വമെന്ന് പഠിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൽ നിന്ന് ഊർജം, ശക്തി ഉൾക്കൊണ്ട് ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തെ നമുക്ക് ദാനിയേലിലൂടെ വീക്ഷിക്കാനായിട്ട് സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേലിന്റെ ആധ്യാത്മിക ഗുരു ആദർശവാനായ ദൈവമാണ്. അവന്റെ പ്രാർത്ഥനയും സമർപ്പണവും അവന് ബലവും ഉറപ്പും നൽകിയിരിക്കുന്നു എന്ന് നാം വേദഭാഗത്തിൽ നിന്ന് അറിയുന്നു. ദൈവത്തിൽ നിന്ന് ലഭ്യമായ അറിവ് ഏത് ശോധനയുടെ മധ്യത്തിലും മാറ്റമില്ലാതെ രാജാവിനേക്കാൾ വലുതായി ദൈവത്തെ കാണുവാൻ ആ ഉറപ്പും ധൈര്യവും, ദൈവത്തെ ആരാധിക്കുവാനുള്ള മനസ്സും പിതാവായ ദൈവത്തിൽ നിന്ന് അവൻ ആർജിച്ചിരുന്നു. 1-ാം കൽപ്പന പറയുന്നത് പോലെ നിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന ബോധം അവനിലുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ മാത്രം അനുസരിക്കുന്നവൻ, ദൈവത്തെ സേവിക്കുന്നവൻ, അധികാരത്തിനും പദവിക്കും വേണ്ടി ആദർശം അടിയറ വയ്ക്കാതെ അവസാനം വരെ തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാതൃകയാക്കി കൊടുത്ത യഥാർത്ഥ ഒരു ശിഷ്യത്വത്തിന്റെ മാതൃകയാണ്, ഗുണപാഠമാണ് നമുക്ക് ഈ ദാനിയേലിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദാനിയേലിനെ രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഇല്ല എങ്കിൽ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുമെന്നുമുള്ള കൽപ്പന പൊതുവായിട്ടുണ്ടായി. എന്നാൽ ദാനിയേൽ ദൈവത്തെ മാത്രം ആരാധിച്ചു. അവസാനം ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിടുന്ന അവസ്ഥയുണ്ടായി.
ദാര്യാവേശ് ഇഷ്ടത്തോടു കൂടിയല്ല ഗുഹയിലേക്ക് ഇട്ടുകൊടുത്തത്. ഈ പ്രവൃത്തിയിൽ ദാര്യാവേശ് അത്യന്തം ദുഃഖിച്ചു. ഇങ്ങനെ ദാനിയേലിനോട് പറഞ്ഞു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. സിംഹത്തിന്റെ ഗുഹ കല്ലുകൊണ്ട് അടച്ച് മോതിരം ഭദ്രമാക്കി തന്റെ മുദ്രാമോതിരം കൊണ്ട് മുദ്രയും വച്ചു. എന്നാൽ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ദാവീദിന്റെ കഥ അവസാനിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചപ്പോ ആ രാത്രി രാജാവ് ഉറങ്ങിയില്ല. രാജാവ് രാത്രിയിൽ ഉറങ്ങാതെ ഉപവസിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. രാജാവ് കാലത്ത് ഗുഹയുടെ അരികെ വന്നു ദുഃഖത്തോടുകൂടി വിളിക്കുകയാണ്, നീ ഇടപെടാതെ സേവിച്ചു വന്ന ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ദാനിയേൽ പറയുകയാണ്, സിംഹം എനിക്ക് കേടുവരാതിരിപ്പാൻ തന്റെ ദൂതനെ അയച്ച് അവിടെ വായ് അടച്ചു കളഞ്ഞു. അവനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പനയുണ്ടായി. അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഏതൊരു കേടും ഉണ്ടായില്ല. ഈ മാതൃകയിൽ നിന്ന് മറ്റുള്ളവർ പാഠം പഠിച്ചു. പറച്ചിൽ മാത്രമല്ല, ശിഷ്യന്മാരുടെ പ്രവൃത്തിയും ആ രാജ്യത്തിന് മാതൃകയായി തീർന്നു എന്ന് ദാനിയേലിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ദാനിയേലിന്റെ ഗുരു, ദാനിയേലിന്റെ ദൈവം എന്താണെന്ന് വ്യക്തമാക്കുവാൻ ഈ പ്രാർത്ഥനാ നിർഭരമായ ആദർശശുദ്ധിയുള്ള ജീവിതം കൊണ്ട് സാധിച്ചു എന്ന് നാം അറിയുന്നു. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാർ ആദർശശുദ്ധിയുള്ളവരും ദൈവത്തോട് പറ്റുമാനമുള്ളവരും ദൈവത്തിൽ നിലനിൽക്കുന്നവരും അധികാരത്തിന് പിന്നാലെ പോവാത്തവരും ഒക്കെ ആയിരിക്കണമെന്ന് ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് ഈ സംഭവ കഥയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലൂസ് 2 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശിഷ്യന്മാർ വ്യത്യസ്തരായ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. വൈപരീത്യമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേട്ടങ്ങളും ഉണ്ടാകാം, കോട്ടങ്ങളും ഉണ്ടാകാം, ഇറച്ചഹേതുവായ സംഗതികളും വരാം. എന്നാൽ തങ്ങളെ ദൈവം ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന ബോധ്യം ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റങ്ങളും ഇറക്കങ്ങളും സുഖവും ദുഃഖവും നിറയുന്ന ഒരു പരിശീലന രീതിയാണ് ശിഷ്യത്വത്തിന്റെ രീതി എന്ന് ഇവിടെ പൗലോസ് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെയും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരണമെന്നും ദുഃഖത്തിലും സന്തോഷമില്ലായ്മയിലും എല്ലാ സമയത്തും തൃപ്തരായിരിക്കണമെന്നും പരിഭവം പാടില്ല എന്നും സന്തോഷം വരുമ്പോ അമിതമായ സന്തോഷമോ ദുഃഖം വരുമ്പോ വേദനയോ ഒന്നുമില്ലാത്ത ഒരനുഭവം, ഒരു ബാലൻസ്ഡ് ലൈഫിനെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പലപ്പം ചിന്തിക്കും, ഇതെന്തൊരു ശിഷ്യത്വം. കാരണം ശിഷ്യന്മാര് ഇപ്പോ പോകുന്നത് നേട്ടങ്ങളുടെ പിന്നാലെയാണ്, അനുഗ്രഹങ്ങൾ തേടിയാണ്, സുഖവും സന്തോഷവും ലഭിക്കുമെന്നുള്ള രീതിയിലാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കീഴിലുള്ള ശിഷ്യത്വം എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ മധ്യത്തില് ജീവിക്കുന്ന ഒരനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രതിസന്ധി വരുമ്പോൾ വിട്ടോടുന്ന ഒരു അനുഭവമല്ല, പെറുവിറുക്കുന്ന ഒരു അനുഭവമല്ല. അതിനെയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു അനുഭവമാണ് ഈ ശിഷ്യത്വം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അതൊരു ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എങ്കിലും അത് ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട്, നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചു. ഇനി ഈ ശിഷ്യത്വം എന്ന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടും ദൈവത്തെ ഗുരുവായി നമ്മൾ ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ദാവീദിന്റെ സങ്കീർത്തനം ശ്രദ്ധിച്ചാൽ, 34-ാം സങ്കീർത്തനം ശ്രദ്ധിച്ചാൽ ഈ ബന്ധം എത്രമാത്രം സജീവമാണ് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും.
34-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദ് അബീമേലെക്കിന്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും താൻ ഭ്രാന്തനാണെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു നടനം, അഭിനയം അബീമേലെക്കിന്റെ അടുത്ത് നടത്തി. അങ്ങനെ ഫെലിസ്തീനായ അബീമേലെക്കിന്റെ സന്നിധിയിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. ദാവീദിനെ ആട്ടി ഓടിച്ചു. അങ്ങനെ രക്ഷപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം പാടിയ ഒരു പാട്ടാണ് ഈ 34-ാമത്തെ സങ്കീർത്തനം. അപ്പൊ ഈ പാട്ടിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന ചില സംഗതികൾ നാം ഗ്രഹിക്കുക. ഇവിടെ ശിഷ്യൻ ഗുരുവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഭയത്തിലും കഷ്ടങ്ങളിലും ഗുരുമുഖത്ത് നോക്കി, ഗുരുവിനെ ആശ്രയമാക്കി, ഗുരുവിനെ ശരണം പ്രാപിച്ച്, ഗുരുവിനെ ബഹുമാനിച്ച്. 9-ാം വാക്യത്തില് ഭയന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ ബഹുമാനം എന്നുള്ളതാണ്. അപ്പൊ ഗുരുവിനെ ബഹുമാനിച്ച്, ഗുരുവിന് യഥാർത്ഥമായിട്ടുള്ള ആരാധന നൽകി, ഗുരുവിനെ രുചിച്ചറിയുന്ന ഒരു ശിഷ്യത്വം. ശിഷ്യന്റെ ചെവി ഗുരുവിന്റെ വാക്കുകൾക്ക് തുറന്നിരിക്കുകയും ഗുരു എപ്പോഴും ശിഷ്യനെ ശ്രദ്ധിക്കുകയും ഗുരുവിന്റെ കണ്ണ്, ദൃഷ്ടി ശിഷ്യന്മാർക്കായി തുറന്നു വയ്ക്കുകയും ചെയ്യുന്ന ഒരനുഭവം. ദോഷം ചെയ്യാത്ത നാവും വ്യാജം പറയാത്ത അധരവും ദോഷത്തിന് പകരം ഗുണവും ചെയ്ത് സമാധാനത്തിന്റെ പക്ഷത്തായി തീരുന്ന ഒരു അനുഭവം. ഈ അനുഭവത്തിൽ വർത്തിക്കുന്ന ഒരു ശിഷ്യത്വത്തെയാണ് ഇവിടെ ദാവീദ് വരച്ച് കാട്ടുന്നത്. യഥാർത്ഥമായ ഗുരുത്വം അത്യാപത്തിൽ രക്ഷ ഭവിക്കും എന്നാണ് സംസ്കൃതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുത്വം രക്ഷിക്കും, ഗുരുത്വം സഹായിക്കും. ചിലപ്പോഴെങ്കിലും ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാം പഠിച്ചുവെങ്കിലും അവൻ ഗുരുത്വമില്ല എന്ന്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഗുരുത്വം ദാവീദിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രാജാവിന്റെ മുമ്പിൽ നിന്ന്, ഫെലിസ്ത്യയുടെ മുമ്പിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ചത് തൻ്റെ ഗുരുഭക്തിയാണ്, ദൈവത്തോടുള്ള ഭക്തിയാണെന്ന് സാരം. ഇനി നമുക്ക് ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താം. ശിഷ്യത്വത്തിന്റെ മൂല്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഈ കാര്യം വായിക്കാനായിട്ട് സാധിക്കും. ഏത് വിദ്യാഭ്യാസത്തിനും ശിഷ്യത്വത്തിനും അതിന്റെ പിന്നിൽ എന്തെങ്കിലും പദവികളും നന്മകളും ഉണ്ടാകണം എന്നുള്ള താല്പര്യം തെറ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ തൊഴിലും വള്ളവും വലയും അപ്പനെയും വീടിനെയും സാമ്പത്തികതകളെയും അങ്ങനെയുള്ള ചുറ്റുപാടുകളെയും ആ ഗലീല കടലിന്റെ തീരത്തുള്ള മനോഹരതയും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഇടിമക്കൾ എന്നറിയപ്പെടുന്ന സബദി മക്കളുടെ ആവശ്യം മാനുഷികമായി കാണുമ്പോൾ തെറ്റായി ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അതിനെ വേറൊരു തലത്തിലാണ് യേശുക്രിസ്തു പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അമ്മയുമായി വന്ന് യേശുവിന്റെ അടുക്കൽ ഒരാവശ്യം പറയുകയാണ്. യേശു തന്റെ കഷ്ടാനുഭവം, മരണം, ഉയർപ്പ് ഇവ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇവർ വന്ന് ഒരാവശ്യം യേശുവിനോട് പറഞ്ഞത്. കാരണം യേശു മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ യേശുവിന്റെ വലത്തും ഇടത്തും ഇടിമക്കൾക്ക് യാക്കോബിനും യോഹന്നാനും ഇരിക്കാനുള്ള അവകാശം കൊടുക്കണമെന്നതാണ് ആവശ്യം. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തനെ നിന്റെ വലത്തും ഒരുത്തനെ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം.
മത്തായി സുവിശേഷം 10:37 ഈ ആവശ്യം ഉന്നയിച്ച വ്യക്തികൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 ശിഷ്യന്മാരിൽ പെട്ട കോർ ഗ്രൂപ്പ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പല പ്രത്യേക കാര്യങ്ങളിലും അവരാണ് പങ്കുചേർന്നത്. മരുഭമലയിൽ അവരാണ് ഉണ്ടായിരുന്നത്. ആ ബാലയെ ഉയർപ്പിച്ചപ്പോ ഇവര് 3 പേരുമാണ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഗതശമനയിൽ ഇവര് 3 പേരും ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. പല പ്രധാന സംഗതികൾക്കും സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ, കോർ ഗ്രൂപ്പിൽപ്പെട്ട 2 പേർ വലത്തും ഇടത്തും ഇരിക്കാനായിട്ട് അനുവാദം ചോദിക്കുന്നത് തെറ്റാണോ? എന്നാൽ യേശു ക്രിസ്തു അവരെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥമായിട്ട് എന്താണ് ശിഷ്യത്വം എന്നത്. വിശുദ്ധ തൃത്വത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില ചുമതലകൾ അവര് വ്യക്തിപരമായി ചെയ്യുന്നുണ്ട്. പിതാവിന്റെ ഉത്തരവാദിത്തമുണ്ട്, പുത്രന്റെ ഉത്തരവാദിത്തമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അനുസരിച്ചാണ് ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് മറുപടി നൽകുന്നത്. ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം നൽകുന്നത് പിതാവിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്, യേശുവിനുള്ളതല്ല എന്ന് അവരെ അറിയിച്ചു. ഇതുപോലെ തന്നെ നമ്മൾ യോഹന്നാൻ സുവിശേഷം 5:22 വായിക്കുമ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ പുത്രന്റെ ഉത്തരവാദിത്വമുണ്ട്, യേശുക്രിസ്തുവിന്റെ ഉത്തരവാദിത്വമുണ്ട്. അന്ത്യനാളിനെ കുറിച്ച് യേശുവിനോട് ചോദിച്ചപ്പോൾ അത് പിതാവിന്റെ അറിവിലുള്ളതാണ്, അത് പിതാവ് അറിയുന്നു. യേശു അതിനെക്കുറിച്ച് ഒന്നും ശിഷ്യന്മാർക്ക് ഉത്തരം കൊടുത്തില്ല എന്നും നാം വേദഭാഗത്ത് നിന്ന് വായിക്കുന്നു. അപ്പൊ ഇതെല്ലാം പിതാവിന്റെ ജോലിയിലുള്ളതാണ്, പുത്രന്റെ ജോലിയിലുള്ളത് ഇതാണ്. എന്നിട്ട് യഥാർത്ഥമായിട്ട് ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ശിഷ്യത്വം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കാൽവയ്പാണ്. 10:41 മുതൽ 45 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെർവന്റായ യേശുക്രിസ്തു, സെർവന്റ് ലീഡർഷിപ്പ്. യേശുക്രിസ്തു സെർവന്റായി. അപ്പോ സെർവന്റ് മാസ്റ്റർ, ആ ഒരു ലീഡർഷിപ്പ് ശിഷ്യന്മാര് മനസ്സിലാക്കിയില്ല. നമ്മുടെ ഗുരു ഒരു സെർവന്റാണ്, ദാസവേഷമെടുത്തു, മനുഷ്യനായി തീർന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണകളായിരുന്നു എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ആ വസ്തുതയെക്കുറിച്ച് ഇവരുടെ മനസ്സിൽ അല്പം പോലും ചിന്തയുണ്ടായില്ല എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, മോഹത്തിന് വിധേയപ്പെടുവാൻ പാടില്ല, മോഹിക്കരുത്. 10-ാം കൽപ്പനയിലെ ഒടുവിലത്തെ കൽപ്പനയാണ്. യാക്കോബ് 1:15 വായിക്കുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പറന്നു. ശിഷ്യന്മാർക്ക് മോഹം പാടില്ല. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സെർവന്റ് റൂട്ടിലേക്ക് വിളിക്കുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായി സാധിക്കും. ഒരു ശിശുവിനെ പോലെ ആയിത്തീരണമെന്നാണ് യേശു അവരോട് ആവശ്യപ്പെട്ടത് നേരത്തെ. ചൈൽഡ് ലൈക്ക്, ദൈവരാജ്യത്തെ ശിശുവിനെ പോലെ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷെ ഇപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ചിന്തകളെല്ലാം ബാലിശമായി പോയി, ചൈൽഡിഷ് ആയിപ്പോയി. ചൈൽഡ് ലൈക്ക് ചൈൽഡിഷ് ആയിപ്പോയി, ബാലിശമായി പോയി. യേശുവിന്റെ മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ശിഷ്യത്വത്തിന്റെ മേന്മ എന്താണെന്നുള്ള കാര്യം അവര് മറന്നുപോയി. അങ്ങനെ ശിഷ്യത്വത്തിൽ നിന്ന് അവര് മേന്മ ആഗ്രഹിച്ചപ്പോ അവരെ തിരുത്തുവാനായി യേശുക്രിസ്തു ശ്രമിക്കുകയാണ്. ശിഷ്യത്വത്തിലൂടെ സ്ഥാനമാനത്തിനും പ്രശസ്തിക്കുമുള്ള താല്പര്യം മുറുകെ പിടിക്കാതെ യേശുവിനോടുകൂടി സ്നാനമേൽക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു. ജലസ്നാനത്താണല്ലോ നാം അവന്റെ ശിഷ്യന്മാരായി തീരുന്നത്. എന്നാൽ മറ്റൊരു സ്നാനത്തിലേക്ക് അവരെ വിളിക്കുകയാണ്. യേശു ചോദിക്കുന്നു 36-ാം വാക്യത്തിൽ, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ശിഷ്യത്വത്തിന്റെ മെരിറ്റ് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, ശിഷ്യത്വത്തിന്റെ മേന്മ എന്താണെന്ന്. അതിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും നിശ്ചയം. യേശുക്രിസ്തുവിന്റെ മറുപടിക്ക് ഒരു അകലമുണ്ടായിരുന്നു. ഗതശമനയിൽ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയതും ക്രൂശീകരണ സമയത്ത് അവർ അപ്രത്യക്ഷമായതും
ക്രൂസിൽ നിന്ന് അകലാൻ ശ്രമിച്ചതും മാറി നിൽക്കാൻ ശ്രമിച്ചതും ഒക്കെ യേശുക്രിസ്തുവിന്റെ മറുപടിയിൽ ഉണ്ടായിരുന്നു. അതാണ് ഒരു ദീർഘ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞത്. ഒടുവിൽ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ശിഷ്യൻ സബദിപുത്രനായ യാക്കോബ് ആയിരുന്നു. ആദ്യമായിട്ട് രക്തസാക്ഷിത്വം വഹിച്ചു. അപ്പൊ ശിഷ്യത്വത്തിന്റെ രീതി എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കുക. മരിക്കാനും തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടി വിളിക്കുകയാണ്, കഷ്ടതയിലേക്ക് വിളിക്കുകയാണ്, ക്രൂശിലേക്ക് വിളിക്കുകയാണ്, ക്രൂശ് എടുക്കാൻ വിളിക്കുകയാണ്. അതാണ് ഈ ശിഷ്യത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മാറി ചിന്തിക്കുന്നു, സുഖത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്. കഷ്ടത വരുമ്പോൾ വേണ്ട എന്ന് പറയുന്നു. കഷ്ടതയിലേക്കുള്ള വിളി. ഹെരോദ രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. വലത്തുമിരിക്കണം, ഇടത്തുമിരിക്കണം. പക്ഷെ യേശു പറഞ്ഞു, സ്നാനമേൽക്കണം, കഷ്ടത സ്വീകരിക്കണം, ക്രൂശെടുക്കണം. അത് അവരുടെ ജീവിതത്തിൽ ധന്യമായി തീർന്നു എന്ന് നാം അറിയുന്നു. വീണ്ടും നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ 42-ാം വാക്യം, ജാതികളെ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവർ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. ഈ സെക്കുലർ ഫീൽഡിലുള്ള ഗുരുശിഷ്യ ബന്ധമല്ല ഈ ഗുരുശിഷ്യ ബന്ധം എന്നുള്ളത് എന്ന് സാരം. യേശുവിന്റെ ശിഷ്യന്മാർക്ക് അവരുടെ പ്രവൃത്തിക്ക് വ്യത്യസ്തതയുണ്ട്. മഹത്തുക്കളാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരാകണം. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ്. രണ്ടാമത്, നിങ്ങളിൽ ഒന്നാവാൻ ഇരിക്കുന്നവരെല്ലാം ദാസന്മാരാകണം. 44-ാം വാക്യം, നിങ്ങളുടെ ഗുരു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനും എത്രയോ വന്നതെന്ന് 45-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ശുശ്രൂഷകൻ എന്ന ഗ്രീക്ക് പദം ദിയാക്കൊനോസ് എന്നാണ്. ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത് തീന്മേശയിൽ ശുശ്രൂഷിക്കുന്നവൻ, ഏറ്റവും താഴ്മയുള്ള ശുശ്രൂഷ പോലും ചെയ്യുവാൻ താല്പര്യമുള്ളവൻ, മേശ തുടയ്ക്കുന്നവൻ, പാത്രം കഴുകുന്നവൻ, വൃത്തിയാക്കുന്നവൻ. ഈ ഒരു അർത്ഥത്തിലാണ് നമുക്ക് ഈ പദത്തെ, ശുശ്രൂഷകൻ എന്ന പദത്തെ നമുക്ക് ചിന്തിക്കാനായി സാധിക്കുന്നത്. ഇപ്പൊ ശുശ്രൂഷകനായിട്ടുള്ള വിളി, സേവനത്തിന് വേണ്ടിയുള്ള വിളി. രണ്ടാമത് പറയുന്നു, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 35-ലും ഇതിന്റെ സൂചന നമുക്കുണ്ട്. വഴിയിൽ വെച്ച് വലിയവൻ ആരെന്ന തർക്കമുണ്ടായി ശിഷ്യന്മാർ തമ്മിൽ. കവർന്നവുമിൽ വന്നു വീട്ടിലിരിക്കുമ്പോ പന്തിരുവരോട് യേശു പറയുന്നു, ഒരുവൻ മുമ്പനാകാൻ ഇച്ഛിച്ചാൽ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിളി എന്ന് പറയുന്നത്, ശിഷ്യത്തിന്റെ വിളി എന്ന് പറയുന്നത് ഇത് വലിയവനാവാനുള്ള വിളിയല്ല, എളിമപ്പെടുവാൻ, ശുശ്രൂഷപ്പെടുവാനുള്ള വിളി. വീണ്ടും പറയുന്നു, നിങ്ങൾ ഉണ്ണാവാൻ ഇച്ഛിക്കുന്നവർ ആളെല്ലാവരും ദാസനാകണം. ഈ ദാസൻ എന്ന പദത്തിന്റെ ഗ്രീക്ക് പദം ദുലോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അടിമയാകണം എന്നുള്ളതാണ്. അടിമ. നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കും. ദാസനാവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അടിമയാകാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, ശുശ്രൂഷക്കാരനാകാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇതാണ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടി വിളിച്ചു. അല്ലാത്തതൊന്നും ഡിസൈപ്പിൾഷിപ്പിന്റെ ഭാഗമല്ല. യേശുവിന്റെ ഭാഷ്യത്തിൽ, വേദപുസ്തക ഭാഷ്യത്തിൽ അടിമയായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ, സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി, മറുവിലയായി, റാൻസമായി അർപ്പിക്കുവാൻ. ഈ അർത്ഥത്തിലാണ് ശിഷ്യത്വം നാം വിലയിരുത്തേണ്ടത്. ഈ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ സഭയുടെ സ്ഥാനം നമുക്ക് വിലയിരുത്താനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ സഭയിലെ എല്ലാ പക്ഷഭേദങ്ങൾക്കും, എല്ലാ അധികാരമോഹങ്ങൾക്കും, എല്ലാ അസമത്വങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ശിഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ശിഷ്യത്വം സേവനമായും, ശിഷ്യത്വം ദാസ്യ പ്രവൃത്തിയായും, ശിഷ്യത്വം അടിമവേല ഏറ്റെടുക്കുന്നത് പോലെ ഏറ്റെടുക്കേണ്ട അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.
അധികാരമോഹത്തിന് കാരണം, സഭയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്കും കാരണമെന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ശിഷ്യത്വത്തിന്റെ മേന്മ നമ്മൾ മനസ്സിലാക്കുക. യേശു പറഞ്ഞു, മത്തായി സുവിശേഷം 11 അധ്യായം 29-30 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. മുഖമേറ്റുകൊണ്ട് ശിഷ്യത്വം സ്വീകരിക്കുക. അപ്പൊ ശിഷ്യത്വം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. നമ്മൾ ചുരുക്കി പറഞ്ഞ അത് ആദർശത്തിൽ ഉറച്ചതാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മുഴുവൻ അർപ്പണത്തിൽ, അതാണ് നമുക്ക് ദാവീദിന്റെ അനുഭവത്തിൽ നിന്നും ദാനിയേലിന്റെ അനുഭവത്തിൽ നിന്നും ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും നമ്മൾ ചിന്തിച്ച സമ്മിശ്രമായ അനുഭവമാണ്. ചിലപ്പോൾ നന്മയുണ്ടാകും, ചിലപ്പോൾ തിന്മയുണ്ടാകും. ഈ അനുഭവങ്ങൾ അതിനെ നമ്മൾ തരണം ചെയ്യേണ്ടവരാണ്. ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കുമ്പോൾ ദാസ്യത്വത്തിൻ്റെ, ശുശ്രൂഷയുടെ, സേവനത്തിൻ്റെ അനുഭവമാണ്. ഇതൊരു കവനന്റിലൂടെ, സ്നാനത്തിലൂടെ ഒരു കവനന്റാണ്, ഒരു അർപ്പണത്തിലൂടെ, ഒരു തീരുമാനത്തിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ് ഈ ശിഷ്യത്വം എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കണ്ടതും കേട്ടതും പോലെയല്ല ശിഷ്യത്വം എന്ന് പറയുന്നത്. കർത്താവേ, താഴ്മ, സേവനം, ദാസ്യത്വം, അടിമയെ പോലെ പ്രവർത്തിക്കേണ്ട ഒന്നാണ്, ക്രൂശെടുക്കേണ്ട ഒന്നാണ്. മരണം വന്നാലും സധൈര്യം അതിനെ നേരിടേണ്ടതാണ്. പൂർണ്ണ ആശ്രയത്തിൽ, സത്യസന്ധതയിൽ, ആദർശത്തിൽ അങ്ങനെ പിന്തുടരേണ്ടതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, സഭയെ സഹായിക്കണമേ. ആ യാഥാർത്ഥ്യം അറിഞ്ഞാൽ ഇന്നുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വകാലങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യവും, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിന്റെ ഏകദൈവത്തോളം അവനാണ് സർവ്വമുണ്ടായി. അവൻ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വധിക്കപ്പെട്ട് മാറ്റപ്പെടുന്നവനും പ്രവാചകന്മാരും വിശ്വസിക്കുന്നു. കാത്തോലിക്ക അപ്പോസ്തലികമായ ഏകവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ സ്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഓരോ ദിവസവും ദൈവം തരുന്ന ദാനമാണെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി എണ്ണി ദൈവത്തെ സ്തുതിക്കാം. ഈ ലോകത്ത് കഷ്ടമനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. COVID-19 എന്ന മഹാമാരി ഈ ലോകത്തിൽ നിന്നും അശേഷം നീങ്ങിപ്പോകുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും
സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാരായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തിയരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Let us thank our Lord for the healing that He has been bestowing upon us. Let us continue to uphold our Sunday school children, youth fellowship, church choir, women's fellowship, pastorate committee, building committee in our prayers. Do reach out to us if you are in need of any assistance or help. All those who wish to make a donation or an offering to the Lord are welcome to do so electronically. Thank you, Achan, Riju and family for bringing us this worship together. Thank you. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടുകൂടി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.